Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ മാർച്ച് 5-ാം തീയതി നടക്കുന്ന പബ്ലിക് എക്സാമിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. 7 മണിക്ക് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി മെഗാ മാരത്തൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ മാരത്തൺ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം നാളത്തെ പരീക്ഷയ്ക്ക് വരുന്ന മുഴുവൻ ഗ്രാമർ ടോപ്പിക്കുകളും ഡിസ്കോഴ്സുകളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് വരികയാണ്. പ്രൊഫൈൽ നോട്ടീസ് കാണാതെ പഠിക്കണോ എന്നാണ് തമ്മിൽ ചോദിച്ച ചോദ്യം. അതിനുള്ള ഒരൊറ്റ വാക്കിലുള്ള ഉത്തരം, കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ, പ്രൊഫൈൽ ആരുടെ വേണേലും ചോദിക്കാം. ഇന്ന ആളുടെ പ്രൊഫൈൽ ചോദിക്കുമെന്ന് നമുക്ക് ഗസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം നമുക്ക് ചാപ്റ്ററിൽ തന്നെ 15 ഓതേഴ്സ് ഉണ്ട്. അതിന് പുറത്ത് ഇവരുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരുടെ ചോദിക്കാം, അല്ലെ, ചിന്നു അച്ചബയുടെ ചോദിച്ച പോലെ, സാമുവൽ ടൈലർ കോൾഡ്രിഡ്ജിന്റെ ചോദിച്ച പോലെ പുറത്തും വരാം. അപ്പോൾ ആരുടെ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ഇതിനൊരു കോമൺ ഫോർമാറ്റ് ഉണ്ട്. പ്രൊഫൈൽ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ പഠിക്കാം. അതുപോലെ തന്നെയാണ് എന്ത് നോട്ടീസും പല ടോപ്പിക്. ഇപ്പോൾ ദ ലിറ്റററി തിയേറ്റർ ഇവന്റ്, ബുക്ക് ഫെസ്റ്റ്, സെമിനാർ, ഫിലിം ഫെസ്റ്റിവൽ, ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ, ഇങ്ങനെ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും കൃത്യമായ ഒരു 9 സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടീസ് പക്കയാണ്. 5 മാർക്ക് അവിടെ കിട്ടി. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കൊന്നും വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഈ പറയുന്ന 2 ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിൻ്റെ ഫോർമാറ്റുകൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് എന്താണോ ചോദ്യം അതിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. സോ ഇത് മാത്രമല്ല, എല്ലാ ഡിസ്കോഴ്സുകളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം കൃത്യം 7:15 ഞാനും JD സാർ ലൈവിൽ വരുന്നുണ്ട്. സോ നിങ്ങളും ആ ലൈവിൽ ഉണ്ടായിരിക്കുക. എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. എന്തൊക്കെയാണ് ആ ലൈവിൽ ഡിസ്കസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ ഐ സീ യു ദെൻ. താങ്ക് യു.